Hello students, welcome to C programming lecturing. Actually, previous videos we discussed the different types of arrays. Within that we have discussed a one-dimensional array. Today let's discuss two-dimensional arrays. Slide ശ്രദ്ധിക്കുക. Two-dimensional arrays നാത്ത് a variable which represent a list of items using two index or subscript is called two-dimensional array. എന്താ പറഞ്ഞത് എ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് യൂസിങ് ടു ഇൻഡെക്സ് രണ്ട് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു വേരിയബിളിന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ടു ഡയമെൻഷണൽ ആരേ. വൺ ഡയമെൻഷണൽ ആരേ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻഡ് എ ഓഫ് സൈസ് അല്ലേ, 3 ആണെങ്കിൽ 3 മൂന്ന് വേരിയബിൾ മൂന്ന് ഐറ്റംസ് നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. ബട്ട് ടു ഡയമെൻഷണൽ ആരേ ആണെങ്കിൽ ദർ വിൽ ബി ടു ഇൻഡെക്സ്, രണ്ട് ഇൻഡെക്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടു സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻഡ് എ ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിനകത്ത് പറയാം. എനിവേ എങ്ങനെയാണ് ഇത് ഡിക്ലെയർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. ഇൻ ടു ഡയമെൻഷണൽ അറേസ് ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ഫോർമാറ്റ്. ടു ഡയമെൻഷനിനകത്ത് നമ്മൾ മെട്രിക്സിൽ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഫോർമാറ്റിലായിരിക്കും നമ്മൾ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മെട്രിക്സ് നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ റോസ് ആൻഡ് കോളംസ് അല്ലേ. ഫസ്റ്റ് റോ ഉണ്ടായിരിക്കും, സെക്കൻഡ് റോ ഉണ്ടായിരിക്കും. ഫസ്റ്റ് റോന് കറസ്പോണ്ടിങ് ആയിട്ടും സെക്കൻഡ് റോന് കറസ്പോണ്ടിങ് ആയിട്ടും ദർ ഈസ് എ കോളം, ദെൻ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം എക്സെട്ര അങ്ങനെ ഉണ്ടായിരിക്കും. That is the way we are representing two-dimensional array in our computer memory. കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് അങ്ങനെയാണ് നമ്മൾ ടു ഡയമെൻഷണൽ അറേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ പറഞ്ഞാൽ ഇൻ ടു ഡയമെൻഷണൽ അറേസ് ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ഫോർമാറ്റ്. റോസും കോളംസ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ ഓഫ് 2 3 സെമി കോളൻ. അപ്പം ഇൻറ്റ് ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ ഈസ് ദ നെയിം, അല്ലെങ്കിൽ ടേബിൾ ഈസ് ദ വേരിയബിൾ നെയിം ഓഫ് അറേ. അറേയുടെ നെയിമാണ് ടേബിൾ എന്ന് പറയുന്നത്. ദാറ്റ് അറേ ഈസ് എ ഇൻറ്റീജർ ടൈപ്പ്, ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. ഇൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 3 ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഉണ്ടോ, 2 സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ 2 ഇൻഡെക്സ് വന്നു അവിടെ. ആദ്യത്തെ ഇൻഡെക്സ് 2 ആണ്, സെക്കൻഡ് ഇൻഡെക്സ് 3 ആണ്. അപ്പോൾ എന്താണ്, അത് റോയും കോളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് റോ ഉണ്ടായിരിക്കും. 2 rows ദ വിൽ ബി ദർ. അതാണ് ഫസ്റ്റത്തെ മീൻ ചെയ്യുന്നത്. 2 rows രണ്ടായിരിക്കും റോസ് എന്ന് പറയുന്നത്. കോളം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും, 3 columns. സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് അതാ 3 അല്ലേ, അപ്പോൾ 3 കോളം ഉണ്ടായിരിക്കും. അപ്പോൾ 2 റോസും 3 റോസും ഉണ്ടായിരിക്കും, 3 കോളംസും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര എലമെൻറ്റ്സ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം? 2 × 3 6 എലമെൻറ്റ്സ്, അല്ലെങ്കിൽ 6 items വി ക്യാൻ സ്റ്റോർ വിത്തിൻ ദാറ്റ് അറേ. ആ അറേക്കകത്ത് നമുക്ക് 6 എലമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ വേ വി ആർ ഡിഫൈനിങ് ടു ഡയമെൻഷണൽ അറേ. ഇങ്ങനെയാണ് നമ്മളൊരു ടു ഡയമെൻഷണൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് എ സിൻടാക്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ ഡിഫൈനിങ് എ ടു ഡയമെൻഷണൽ അറേ. ഇൻറ്റ് ടേബിൾ ഓഫ് 2 2 3 ദാറ്റ് മീൻസ് സെമി കോളൻ. ദാറ്റ് മീൻസ് ടേബിൾ എന്ന് പറയുന്ന അറേയുടെ ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്. അതിൽ 2 റോയും 3 കോളവും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടലി നമുക്ക് 6 എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ദ ജനറൽ ഫോം ഓഫ് ടു ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ. ജനറൽ ഫോം അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിൻടാക്സ് ടു ഡിക്ലെയർ എ ടു ഡയമെൻഷണൽ അറേ. ഒരു ടു ഡയമെൻഷണൽ അറേ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് എ സിൻടാക്സ് ഫോർ ദാറ്റ് ടു ഡയമെൻഷണൽ അറേ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് പറഞ്ഞേക്കുന്നത് ഡാറ്റ ടൈപ്പ്, ദെൻ അറേ നെയിം, ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് റോ സൈസ്, ദെൻ ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് കോളം സൈസ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. അപ്പം അതിൻ്റെ സിൻടാക്സ് ഫസ്റ്റ് വി വാണ്ട് ടു ഡിഫൈൻ വാട്ട് ഈസ് എ ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയണം. ദെൻ സെക്കൻഡ് ഈസ് ദ അറേ നെയിം. നമ്മളിത് ഓൾറെഡി നമ്മൾ ചെയ്തേക്കുന്നതാണ് വൺ ഡയമെൻഷണൽ അറേക്കകത്ത്. അറേ നെയിം, അവിടെ ഒരൊറ്റ സബ്സ്ക്രിപ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് യുവർ അറേ. ഇവിടെ എന്ന് പറഞ്ഞാൽ റോയുടെ സൈസ് പറയണം, കോളത്തിൻ്റെ സൈസ് പറയണം. അത് അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മുന്നത്തെ സ്ലൈഡിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇൻറ്റ് ടേബിൾ ഓഫ് 2 2 3 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടേബിൾ എന്ന് പറയുന്നത് 2 റോസും 3 കോളംസും എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കാം. ഹിയർ ദ ടൈപ്പ് സ്പെസിഫൈസ് ദ ഡാറ്റ ടൈപ്പ്. ഇവിടെ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഡാറ്റ ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ അറേ. അറേക്കകത്ത് കണ്ടെയ്ൻ ചെയ്ത എലമെൻറ്റ്സിൻ്റെ ഡാറ്റ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്, ടൈപ്പ് എന്ന് പറയുന്നത്. സച്ച് ആസ് ഇൻറ്റ്, ഫ്ലോട്ട് ഓർ ക്യാർ. ചിലപ്പോൾ ഇൻറ്റിജർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കാം. അതാണ് ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് അറേ, അറേയുടെ ഡാറ്റ ടൈപ്പ്. സെക്കൻഡ് എന്ന് പറയുന്നത് ദ സൈസ് ഷുഡ് ബി ഐദർ എ ന്യൂമറിക് കോൺസ്റ്റൻറ്റ് ഓർ എ സിംബോളിക് കോൺസ്റ്റൻറ്റ്.
അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് റോയുടെ സൈസും കോളത്തിൻ്റെ സൈസും എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം, 1 ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം. അതർവൈസ് ഇറ്റ് ഈസ് എ സിംബോളിക് കോൺസ്റ്റൻറ്റ്. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പറയുന്നത് എം എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ആ എം എന്ന് പറയുന്നത് റോഡ് സൈസ് ആയിരിക്കും, എൻ എന്ന് പറയുന്നത് കോളത്തിൻ്റെ സൈസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ അതിന് ഡിഫൈൻ ചെയ്ത് റീഡ് ചെയ്യുന്ന സമയത്ത് എമ്മിൻ്റെ വാല്യൂ എത്രയെന്ന്, എമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറയണം, എന്നിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എം ഈക്വൽ ടു 2ഉം എൻ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്തായി 2, 3 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. 2 റോയും 3 കോളംസും വരുന്നതായിരിക്കും നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ എന്തായിരിക്കും അത് ഒരു അതിൻ്റെ സൈസ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്ന അതർവൈസ് ഇറ്റ് വിൽ ബി സിംബോളിക് കോൺസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഒരു അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സിൻടാക്സ് ഒന്നും കൂടെ നോക്കുക. ടൈപ്പ് ഡാറ്റ ടൈപ്പ്, ദെൻ അറേ നെയിം, ദെൻ കോളം റോ സൈസ്, ദെൻ കോളം സൈസ്, സെമി കോളൻ. അപ്പോൾ ഇൻഡ് ടേബിൾ ഓഫ് 2,3 ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡാറ്റ ടൈപ്പ് ഓഫ് ഇയർ അറേ. സെക്കൻഡ് എന്ന് പറയുന്നത് ആ സൈസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് വിൽ ബി എ സിംബോളിക് കോൺസ്റ്റൻസ്. നെക്സ്റ്റ് സ്ലൈഡിനകത്ത് നോക്കുക. ഇവിടെ ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വിത്ത് ദ നെയിം എ. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ എ ഓഫ് 2, 3 എന്ന് പറയുന്നൊരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. എ എന്ന് പറയുന്നതാണ് അറേ എന്ന് പറയുന്നത്. ഇനി നോക്കുക ഹൗ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ മെമ്മറി. മെമ്മറിക്കകത്ത് ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക. അറേ എ ഓഫ് 2, 3 ആയതുകൊണ്ട് 2 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനവിടെ റോസിന് കൊടുത്തിട്ടുണ്ട് 0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉള്ളതാണ് സെക്കൻഡ് റോ എന്ന് പറയുന്നത്. ദെൻ കോളം ഞാൻ സ്പെസിഫൈ ചെയ്തേക്കുന്നത് ഫസ്റ്റത്തെ കോളത്തിനെ 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, സെക്കൻഡ് കോളത്തിനെ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, തേർഡ് കോളത്തിനെ 2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ, 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കോളത്തിൻ്റെ ഫസ്റ്റത്തെ സെല്ല് നോക്കുക. റോയും കോളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെല്ല് നോക്കുക നിങ്ങൾ. സെല്ലെന്ന് പറയുന്നത് 0, 0 എന്ന് പറയുന്നതായിരിക്കും ആദ്യത്തെ എലമെൻറ്റിന്. ഇൻഡെക്സ് 0, 0 വരുന്നതായിരിക്കും ഫസ്റ്റത്തെ എലമെൻറ്റ്. സെക്കൻഡ് സെൽ എന്തായിരിക്കും? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും, അതായത് 0, 1 ആയിരിക്കും സെക്കൻഡ് സെൽ എന്ന് പറയുന്നത്. തേർഡ് സെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ തേർഡ് സെൽ എന്ന് പറയുന്നത് 0, 2 ആയിരിക്കും. നെക്സ്റ്റ് റോ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതായിരിക്കും? 1, 0. ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1, 1. ദെൻ സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 1, 2. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ദ വേ ടു റെപ്രസെൻറ്റ് ആൻ അറേ, 2 ഡയമെൻഷണൽ അറേ ഇൻ മെമ്മറി. അതിൻ്റെ കോളം ഉണ്ടായിരിക്കും, അതിൻ്റെ റോയും ഉണ്ടായിരിക്കും. ആ റോയും കോളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓരോന്നിൻ്റെയും അതിൻ്റെ ഇൻഡെക്സ് വെച്ചായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു അറേ ഡിക്ലറേഷൻ, ഒരു അറേയുടെ വാല്യൂ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എ ഓഫ് 2, 3 ഈക്വൽ ടു 1, 1, 1, 2, 2, 2. ഇതാണ് ഒരു അറേയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. 2 ഡയമെൻഷനിലായിട്ട് നമ്മൾ കമ്പൈൽ ടൈമിൽ നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഇനീഷ്യലൈസേഷൻ അടുത്ത സ്ലൈഡിനകത്ത് ഒന്നും കൂടെ ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞേക്കുന്നതാണ്. എ ഓഫ് 2, 3 എന്ന് പറയുന്ന ഒരു അറേ, അതിനകത്ത് 6 വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം 2, 3 എന്ന് പറയുമ്പോൾ എന്താണ്, 2 × 3 നമുക്ക് 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കണം അറേക്കകത്ത്. 2 ഡയമെൻഷണൽ അറേക്കകത്ത് മെട്രിക്സ് ഫോർമാറ്റിൽ 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവുക എന്ന് നോക്കുക നമ്മൾ. ഫസ്റ്റത്തെ ലൊക്കേഷനകത്ത് എ ഓഫ് 0, 0 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് ആദ്യത്തെ വാല്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ ആ കേളി ബ്രേസിനകത്തുള്ള ആദ്യത്തെ വാല്യൂ 1 എന്ന് പറയുന്നത്. സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എ ഓഫ് 0, 1 ആ ലൊക്കേഷനകത്ത് സെക്കൻഡ് വാല്യൂ ഉണ്ടായിരിക്കും. തേർഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എ ഓഫ് 0, 1, 2 എന്ന് പറയുന്നത് അവിടെ തേർഡ് എലമെൻറ്റ് 1 ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. എ ഓഫ് 1, 0 ആ സെക്കൻഡ് റോൻ്റെ അകത്തുള്ള ആദ്യത്തെ വാല്യൂ 2 ആയിരിക്കും, അതായത് 4ാമത്തെ എലമെൻറ്റ്. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് എ ഓഫ് 1, 1 എന്ന് പറയുന്നത് അതിനകത്ത് 5ാമത്തെ വാല്യൂ 2 ഉണ്ടായിരിക്കും. ദെൻ എ ഓഫ് 1, 2 എന്ന് പറയുമ്പം എന്താണ്, 6ാമത്തെ വാല്യൂ ആയ 2, ലാസ്റ്റത്തെ വാല്യൂ 2 അതിനകത്ത് ഉണ്ടായിരിക്കും. ആ അറേ നമ്മൾ മെമ്മറിക്ക് റെപ്രസെൻറ്റ് ചെയ്ത ഫോർമാറ്റാണ് കാണിക്കുന്നത്. ആ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷനകത്ത് 1, 1, 1, 2, 2, 2 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതിന്. ദിസ് ഈസ് ദ വേ വി ആർ റെപ്രസെൻറ്റിംഗ് 2 ഡയമെൻഷണൽ അറേ ഇൻ മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ഇങ്ങനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്?
നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഹൗ വി ആർ ഇനീഷ്യലൈസിങ് ദ വാല്യൂസ് ഇൻ ടു എ 2-dimensional array. ഒരു 2-dimensional arrayയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ട് അതിൻ്റെ സിൻടാക്സ് നമ്മൾ നോക്കാം. ദ ജനറൽ ഫോം ഓഫ് ഇനീഷ്യലൈസിങ് 2-dimensional array ഈസ് ടൈപ്പ് array name within the bracket row size column size that is equal to curly brace-നകത്ത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് സെമികോളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. ദെൻ അറേ നെയിം, അറേൻ്റെ നെയിം നമ്മൾ പറഞ്ഞു കൊടുക്കും, റോ സൈസ് പറഞ്ഞു കൊടുക്കും, കോളം സൈസ് പറഞ്ഞു കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കർലി ബ്രേസിനകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ആ 6 വാല്യൂസ് കൊടുത്ത് 1 1 1 2 2 2 എന്ന് പറയുന്ന വാല്യൂസ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റ് ടേബിൾ 2 3 എന്ന് പറയുന്നതിനകത്ത് 0 0 0 1 1 1 എന്ന് പറയുന്നത്. അപ്പം 6 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും 6 ലൊക്കേഷനകത്ത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നില്ല എന്നുള്ളൂ. 2 3 എന്ന് പറയുമ്പോൾ 2 റോയും 3 കോളംസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ റോയിനകത്തും ആദ്യ കോളം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിനകത്ത് 0 വരും. അങ്ങനെ ആ ഫസ്റ്റ് റോയിൽ മുഴുവൻ 0 ആയിരിക്കും, സെക്കൻഡ് റോയിൽ മുഴുവൻ 1 ആയിരിക്കും. ഒരു പേനയും ബുക്കും എടുത്തിട്ട് അത് ആ പിക്ചർ വരച്ചിട്ട് അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുക. Here the elements of the first row initializes the 0 to 0 and the elements in the second row initialize to 1. അതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ എലമെൻറ്റ്സ് ഫസ്റ്റ് റോനകത്തുള്ള ടോട്ടൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? 0s ആയിരിക്കും. സെക്കൻഡ് റോനകത്തുള്ള ടോട്ടൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ദിസ് എബവ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ആ മോളത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റ് ടേബിൾ 2 3 ഈക്വൽ ടു 0 കേളി ബ്രേസിനകത്ത് ബ്രാക്കറ്റിനകത്ത് 0 0 0 കോമ കേളി ബ്രേസിനകത്ത് വീണ്ടും 1 1 1 1 കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക, ആ പുറത്തുള്ള കേളി ബ്രേസും ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ അനദർ മെത്തേഡ് ടു റെപ്രസെൻറ്റ് ദ വാല്യൂസ് ഇൻ ടു എ 2-dimensional array. ഇത് മറ്റൊരു മെത്തേഡാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ മുന്നേ മേലെ പറഞ്ഞതുപോലെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇടുക. അതർവൈസ് എത്ര റോക്ക്, ആദ്യത്തെ റോ കാണിക്കാനാണ് ഇവിടെ 3 റോസിനകത്ത് ആ ഒരു കേളി ബ്രേസ് കൊടുത്തത്. സെക്കൻഡ് റോ കാണിക്കാൻ വേണ്ടി സെക്കൻഡ് 1-നകത്ത് ആ 1 മുഴുവൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് കേളി ബ്രേസ് കൊടുത്തു. അങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് അങ്ങനെയും കാണിക്കാം. ഇൻ 2-dimensional array the row size can be omitted. 2-dimensional arrayയിൽ റോ സൈസ് നമുക്ക് ഒമിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു 2-dimensional arrayയിൽ വാല്യൂക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. പ്രീവിയസ് സ്ലൈഡിനകത്ത് നമ്മൾ പറഞ്ഞു ഇൻ 2-dimensional array the row size can be omitted. റോ സൈസ് നമുക്ക് ഒമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ ഓഫ്, ദെൻ ഒന്നുമില്ല, ബ്ലാങ്ക് ആക്കി അവിടെ സെറ്റ് ചെയ്തു, ദെൻ 3 എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ റോ സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ റോ സൈസ് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു. ദെൻ കോളം സൈസ് മാത്രം പറഞ്ഞു. അപ്പോൾ അങ്ങനെയും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് റോ സൈസ് നമ്മളവിടെ പറഞ്ഞിട്ടില്ല, ബട്ട് നമ്മളവിടെ എന്ത് ചെയ്ത് കോളത്തിൻ്റെ വാല്യൂസ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കോളത്തിൻ്റെ വാല്യൂ 3 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 സെറ്റ് വാല്യൂസ് കൊടുത്തു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റോ സൈസ് ഈസ് 2 എന്നാണ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാണ്ടേ നമുക്ക് എഴുതാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്കുന്നു. ഇൻറ്റ് ടേബിൾ ഓഫ് ബ്ലാങ്ക് ആയിട്ട് ഡിഫൈൻ ചെയ്തു, കോളം സൈസ് 3 പറഞ്ഞു. ദെൻ കേളി ബ്രേസിനകത്ത് അതിനകത്ത് വീണ്ടും നമ്മളൊരു കേളി ബ്രേസിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തു 3 zeros 3 zeros കൊടുത്തു. അപ്പോൾ ആ 3 zeros ആദ്യത്തെ റോക്കകത്ത് സെറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് 3 1s കൊടുത്തു, ആ 3 1 എന്ത് ചെയ്യും? സെക്കൻഡ് റോക്കകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി വേണമെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് 2 2 2 പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് റോക്കകത്ത് കൊടുക്കും. അപ്പം റോഡ് സൈസ് പറയാണ്ടെയും നമുക്ക് അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എത്ര വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കോളം മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ വേണമെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് വെക്കാം. ഇനി നോക്കുക നിങ്ങൾ ഒരു കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇഫ് ദ വാല്യൂസ് ആർ മിസ്സിംഗ് ഇൻ എ ഇനീഷ്യലൈസർ they are automatically set to 0. നമ്മൾ 1-dimensional array പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1-dimensional array ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് സൈസ് 5 എന്ന് പറയുന്നത് 5 സൈസുള്ള ഒരു ഇൻറ്റിജർ array ഡിക്ലെയർ ചെയ്തിട്ട് 4 വാല്യൂസ് മാത്രം നമ്മൾ അതിനകത്ത് കൊടുത്തു. 5ാമത്തെ വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ 5th വാല്യൂ വിൽ ബി 0 എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇഫ് ദ വാല്യൂസ് ആർ മിസ്സിംഗ് ഇൻ എൻ ഇനീഷ്യലൈസർ, ആ ഇതിൻ്റെ വാല്യൂസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി റിമൈനിങ് പോർഷനകത്ത് വരേണ്ട വാല്യൂകൾ എന്ത് ചെയ്യും? 0 ആക്കി സെറ്റ് ചെയ്ത് വെക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ 2 3, ഒരു ടേബിൾ എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തു. 2 3 അതിൻ്റെ സൈസ് റോ സൈസ് 2ഉം കോളം സൈസ് 3ഉം പറഞ്ഞു. അതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് 1 1 2 ഇത്രേ വാല്യൂ കൊടുത്തുള്ളൂ. അതായത് ആദ്യത്തെ റോക്കകത്ത് 3 കോളംസിനകത്തുള്ള വാല്യൂ കൊടുത്തു.
1ഉം 1ഉം 2ഉം കൊടുത്തു. ദെൻ സെക്കൻഡ് റോനകത്ത് 3 കോളംസ് ഉണ്ട്, അതിൻ്റെ വാല്യൂസ് ഒന്നും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അന്നേരം എന്താ സംഭവിക്കുക? സെക്കൻഡ് റോനകത്തുള്ള ടോട്ടൽ വാല്യൂസ് വിൽ ബി സെറ്റ് ടു 0 ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് റോനകത്തുള്ള വാല്യൂസ് മുഴുവൻ എന്തായിരിക്കും? 0 ആക്കി സെറ്റ് ചെയ്ത് വെക്കും. അതാണ് മുകളിൽ പറഞ്ഞത്. ഇഫ് ദ വാല്യൂസ് ആർ മിസ്സിംഗ് ഇൻ ആൻ ഇനീഷ്യലൈസർ ദേ ആർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ഹിയർ ദ ഫസ്റ്റ് റോ ഇനീഷ്യലൈസ് ടു 1,1 ആൻഡ് 2 ആൻഡ് ദ സെക്കൻഡ് റോ ഇനീഷ്യലൈസ് ടു 0,0 ആൻഡ് 0 ഓട്ടോമാറ്റിക്കലി എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ഇൻ ടു ഡയമെൻഷണൽ arrays the data is stored in rows and columns format. നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 ഡയമെൻഷണൽ അറേക്കകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റോസും കോളംസും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ ഓഫ് 2, 3 അതിനകത്ത് വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത്. കാരണം 2, 3 ആയതുകൊണ്ട് 6 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം 4, 5, 6 ഇത്രയും വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ മെമ്മറി റെപ്രസെൻറ്റേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കുക. ദ മെമ്മറി ലേ ഔട്ട് ഓഫ് എബവ് എക്സാമ്പിൾ അത് എങ്ങനെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കുകയാണ്. ടേബിൾ ഓഫ് 0,0 ടേബിൾ എന്ന് പറയുന്ന അറേൻ്റെ 0,0 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് 0,0 എന്ന് പറയുന്ന കോളത്തിനകത്ത് ആദ്യത്തെ വാല്യൂ 1. ടേബിൾ 0,1 സെക്കൻഡ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന എലമെൻറ്റ്സ്. ദെൻ ടേബിൾ 0,2 ഫസ്റ്റ് റോയിൽ തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ടേബിൾ 1,0 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. ടേബിൾ 1,1 സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 5 ആണ്. ടേബിൾ 1,2 സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇതൊരു മെമ്മറി ലൊക്കേഷൻ, അതിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എനിവേ അതിൻ്റെ ഓരോ ഇൻഡെക്സിനകത്ത് വരുന്ന വാല്യൂസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റ് ടേബിൾ ഓഫ് 2, 3 എന്ന് പറയുമ്പം അതിനകത്ത് വാല്യൂ കൊടുത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. കർലി ബ്രേസിനകത്ത് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത്. ഈ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ടേബിളിൻ്റെ ഈ ഒരു വാല്യൂക്കകത്ത് എവിടെ എങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് ഡിവിഷൻ ഈസ് മൾട്ടി ഡയമെൻഷണൽ അറേ. നമ്മൾ 3 അറേ പറഞ്ഞത്. 1 ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ ആൻഡ് 3 അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അറേക്കകത്താണ് നമ്മൾ തേർഡ് സെഷൻ വരുന്നത്. മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1ഉം അല്ല 2ഉം അല്ല, മോർ ദാൻ 2 വരുമ്പോഴാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കുക. എ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് യൂസിങ് മോർ ദാൻ 2 ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് ഈസ് കോൾഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. എന്താണ് പറഞ്ഞത്? ഒരു വേരിയബിൾ, ഒരു അറേ അല്ലെങ്കിൽ ഒരു അറേയുടെ നെയിം അല്ലെങ്കിൽ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വിച്ച് റെപ്രസെൻറ്റ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, അതൊരു ലിസ്റ്റ് ഓഫ് ഐറ്റം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് യൂസിങ് മോർ ദാൻ 2 ഇൻഡെക്സ്. ഒന്നിൽ കൂടുതൽ ഇൻഡെക്സുകൾ യൂസ് ചെയ്തിട്ട്, ഒന്നിൽ കൂടുതൽ സബ്സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു അറേനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് അറേ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ അറേ. അതിനെ നമുക്ക് പറയാം മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയാൻ പറ്റും. അതായത് ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ദർ ഈസ് മോർ ദാൻ 2 ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്, ഒന്നിൽ കൂടുതൽ ഇൻഡെക്സുകളോ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ അറേ. ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ദ ജനറൽ ഫോം ഓഫ് മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് ടൈപ്പ് അറേ നെയിം ബ്രാക്കറ്റിനകത്ത് S1, നെക്സ്റ്റ് ബ്രാക്കറ്റിനകത്ത് S2, നെക്സ്റ്റ് ബ്രാക്കറ്റിനകത്ത് S3 എക്സെട്ര അപ് ടു Sn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ 1 ഡയമെൻഷനായി, 2 ഡയമെൻഷനൽ ആണെങ്കിൽ 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ സബ്സ്ക്രിപ്റ്റ് വരിക എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ അറേ. അപ്പോൾ ഇൻറ്റ് എ ഓഫ് 2, ദെൻ ബ്രാക്കറ്റിനകത്ത് 3, ദെൻ 4, ദെൻ 5 ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ദീസ് ആർ കോൾഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. അതിനാണ് നമ്മൾ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മൾട്ടി ഡയമെൻഷണൽ അറേ. നമുക്ക് ചില സമയത്ത് മെമ്മറിക്കകത്ത് ഇതുപോലത്തെ അറേസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് എനിവേ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ യൂസിങ് 1 ഡയമെൻഷണൽ ആൻഡ് 2 ഡയമെൻഷണൽ അറേ. ബട്ട് ഈ ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ എക്സാമിനകത്ത് ചോദിക്കുമ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസ് ഇൻ സി എന്ന് ചോദിക്കുള്ളൂ. അന്നേരം യു വാണ്ട് ടു സ്പെസിഫൈ 1 ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ ആൻഡ് 3 ഡയമെൻഷണൽ അറേ, അല്ലെങ്കിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ. അപ്പം ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ അറേ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തപ്പം അതിന് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ടൈപ്പ് അറേ നെയിം S1, S2, S3 അപ് ടു എക്സെട്ര Sn എന്ന് പറഞ്ഞു. അവിടെ വേർ S ഈസ് ദ സൈസ് ഓഫ് അറേ. അവിടെ S എന്ന് പറയുന്നതാണ് നമ്മുടെ അറേയുടെ സൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സർവേ ഓഫ് 3, 5, 6 സെമിക്കോളൻ.
സെർവർ എന്ന് പറയുന്നതാണ് നമ്മുടെ അറേയുടെ നെയിം എന്ന് പറയുന്നത്. അതൊരു ഇൻറ്റിജർ ടൈപ്പാണ്. അതിനകത്ത് എത്ര സൈസുകൾ പറയുന്നുണ്ട്? 3 എന്ന് പറയുന്നതാണ് ആദ്യത്തെ സൈസ് എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിക്ലറേഷൻ കണ്ടില്ല. ഒന്നെങ്കിൽ ഒരൊറ്റ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 2 ഡയമെൻഷനിൽ 2 വാല്യൂസ് 2 സൈസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ കൂടുതൽ വന്നു. ഇവിടെ നോക്കുമ്പോൾ 3 വന്നു, 5 വന്നു, 6 വന്നു. That type of array declaration is called multi-dimensional array declaration. Next ഒരു എക്സാമ്പിൾ നോക്കുക. float table 5 4 5 3 കണ്ടോ? അതിനകത്ത് there is more than 2 index. 2 ഇൻഡെക്സിൽ കൂടുതലുണ്ട്. അപ്പം എന്താണ് ആ ടൈപ്പ് അറേനെ നമ്മൾ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴത്തേക്ക് നോക്കാം. ഹിയർ സെർവർ ഈസ് എ 3 ഡയമെൻഷണൽ അറേ. ആദ്യത്തെ സെർവർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ 3 ഡയമെൻഷണൽ അറേ. 3 ഡയമെൻഷണൽ അറേ 3 സബ്സ്ക്രിപ്റ്റ് ആണ് അവിടെ ഉള്ളത്, 3 ഇൻഡെക്സുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ 3 ഡയമെൻഷണൽ അറേ. ഇപ്പോൾ 2 മാത്രം ഉള്ളെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് വൺ ആസ് എ 2D. ഒന്നുള്ളെങ്കിൽ നമുക്ക് പറയാം 1 ഡയമെൻഷണൽ അറേ എന്ന് പറയാൻ പറ്റും. ഹിയർ ദ സെർവർ അറേ ഈസ് എ 3 ഡയമെൻഷണൽ അറേ ആണ്. ആൻഡ് ടേബിൾ ഈസ് എ 4 ഡയമെൻഷണൽ അറേ. ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? 4 ഡയമെൻഷണൽ അറേ ആണ്. ബിക്കോസ് ദർ ഈസ് 4 സബ്സ്ക്രിപ്റ്റ് ഓർ 4 ഇൻഡെക്സസ്. So we can say that it's a 4 dimensional array. Table എന്ന് പറയുന്നത് 4 dimensional array. Here example. And survey is a 3 dimensional array. അപ്പോൾ ഇനി അങ്ങനെ നിങ്ങൾക്ക് 5 ഡയമെൻഷനിൽ ഉണ്ടാക്കാം, 6 ഉണ്ടാക്കാം, 7 അപ് ടു എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ് ടു n ഒരു ഫൈനൈറ്റ് നമ്പർ അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതിനെ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ആപ്ലിക്കേഷൻസ് ഓഫ് അറേ. ഇത് നിങ്ങൾ ജസ്റ്റ് പോയിന്റ് ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് പറയുന്ന കൂടുതൽ പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് ഇതിനകത്ത് നമ്മൾ ഇനി വരാൻ പോകുന്ന പോർഷൻസിനകത്തുള്ളതാണ് പറയുന്നത്. എനിവേ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. മറ്റ് പോർഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. എനിവേ അത് ആപ്ലിക്കേഷൻ ഓഫ് അറേസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓരോന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എങ്കിലും നമ്മൾ അതേ പോർഷൻസ് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലോജിക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് യു നോട്ട് ഇറ്റ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ആപ്ലിക്കേഷൻ യൂസിങ് പോയിന്റേഴ്സ് ഫോർ ആക്സസിങ് അറേ. അറേയുടെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറേ ആക്സസ് ചെയ്യാൻ പറ്റും. എന്താ പറയുക? യൂസിങ് പോയിന്റേഴ്സ് ഫോർ അറേ ആക്സസിങ്. അറേ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്യാം. പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറേനെ ആക്സസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് ഈസ് പാസിങ് അറേ ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ നമുക്ക് പഠിക്കാണ്ട് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പാരാമീറ്റർ 2 വാല്യൂസോ 3 വാല്യൂസോ ഒക്കെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഒരു വാല്യൂ ഒക്കെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. ആ ലോജിക്ക് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിവേ പാസിങ് അറേസ് ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് അറേസിനെ പാസ് ചെയ്യാം. തേർഡ് വൺ അറേസ് ആസ് മെമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ്. അറേനെ നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു മെമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Using structure, fourth one, using structure type data as array elements. Using structure type data യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറേനെ സ്പെസിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അറേസ് ആസ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അറേസിന് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മാനിപ്പുലേറ്റിംഗ് ക്യാരക്ടർ അറേസ് ആൻഡ് സ്ട്രിങ്. ക്യാരക്ടർ അറേയും സ്ട്രിങ് അറേയും മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും വേണ്ടി നമുക്ക് ക്യാരക്ടർ അറേയും സ്ട്രിങ് അറേയും നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നമ്മൾ സ്ട്രിങ്ങും അതിൻ്റെ ഫങ്ഷൻസും പോയിന്റേഴ്സും സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അറേസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിൽ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് സം പ്രോഗ്രാംസ് ഇൻ യുവർ നെറ്റിനകത്ത് കിട്ടും. ഹൗ ടു ഡിക്ലെയർ എ 2 ഡയമെൻഷണൽ അറേ. ഒരു 2 ഡയമെൻഷണൽ അറേ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ യു വാണ്ട് ടു റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ആൻ എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് ഫോർമാറ്റ്. മെട്രിക്സ് ഫോർമാറ്റിലുള്ള ഒരു 2 റോസും 3 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ഫോർമാറ്റിനകത്തുള്ള ഒരു എലമെൻറ്റ്സ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതണം. ആ ഒരു പ്രോഗ്രാം എഴുതുക. എന്നിട്ട് അത് ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ് സബ്മിറ്റ് ത്രൂ യുവർ ഗ്രൂപ്പിനകത്തൂടെ ഓൾ ഓഫ് യു കമ്പൽസറി ആണ്, എല്ലാവരും എന്ത് ചെയ്യുക? അത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 2 ഡയമെൻഷണൽ അറേക്കകത്ത് എങ്ങനെ നമുക്ക് ഒരു 1 റോയും 2 റോസും അതുപോലെ തന്നെ 3 കോളംസുള്ള വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ് എ പ്രോഗ്രാം. നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി നോക്കുക.
എന്നിട്ട് അല്ലെങ്കിൽ നെറ്റിനകത്ത് നിന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക, എന്നിട്ട് എനിക്കത് എഴുതിയിട്ട് ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യാം. ഓൾ ഓഫ് യു വാണ്ട് ടു സബ്മിറ്റ് ദാറ്റ് വൺ. ഓക്കെ.